ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമെത്തുന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അന്ന് ഗസ്റ്റ് വന്നോണ്ടേ ഞാൻ ഉണ്ടാക്കിയതിൽ ഞാൻ ഷോർട്ട് ഇട്ടോണ്ടേ ക്രിസ്പിയുടെ റെസിപ്പി ചോദിച്ചായിരുന്നേ. അപ്പം ഞാൻ ചിന്തിച്ചെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് അന്നത്തെ വീഡിയോ മൊത്തവും ഇടാതെ ചിന്തിച്ചു. അപ്പോൾ അതിരിത്തിരി ലെങ്തും ആവുന്ന, അതെനിക്ക് ഒത്തിരി കട്ടിങ്ങും ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ എനിക്ക് ഇത്തിരി അത്രയും സമയം എടുക്കാനില്ല. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചെന്നാൽ അന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ആ ക്രിസ്പിയുടെ റെസിപ്പിയും കൂടെ അങ്ങ് സെപ്പറേറ്റ് ഇന്നിടാം, ബാക്കി നാളെ ഇടാമെന്നുള്ളത്. അപ്പം ക്രിസ്പിയുടെ ആകുമ്പോൾ ആൾക്കാർക്ക് അത് വേണമെങ്കിലും ഇടയ്ക്കിടയ്ക്കൊന്നും ചെയ്യാതെ അത് കണ്ടിന്യൂസ് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ച്. പിന്നെ അന്നത്തെ ചിക്കൻ കറി നല്ല അടിപൊളി സൂപ്പറായിരുന്നു. ഫ്രൈഡ് റൈസ് ആണെങ്കിലും ഇവിടെ പിള്ളേർ ഞാൻ പറഞ്ഞില്ലേ ഈ ക്യാഷ്നട്ടൊക്കെ ഇപ്രാവശ്യം ഇട്ടത് എല്ലാം കഴിക്കുകയും ചെയ്തു. അപ്പം എല്ലാം ചെയ്തിട്ട് പറയുമല്ല, നല്ലതായിരുന്നു. എനിക്ക് പോള് അഭിപ്രായം പറഞ്ഞാൽ പിന്നെ ടെൻഷനില്ല. അപ്പോൾ നമ്മളൊക്കെ റെസ്റ്റോറൻറ്റിൽ പോകുമ്പം ആദ്യം സ്റ്റാർട്ടർ ഞങ്ങൾ ചെയ്യുന്നത് ഈ ചിക്കൻ ക്രിസ്പിയാണ് സ്റ്റാർട്ടർ ഓർഡർ ചെയ്യുന്നത്. അപ്പം അതുപോലൊക്കെ ചെയ്തു, കുഴപ്പമില്ല. ഇവർ പറയുന്നത് മമ്മി ഗസ്റ്റുകൾ വരുമ്പോഴേ ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കും. നമ്മൾ പിന്നെ എന്നും ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ പ്രയോജനമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. പിന്നെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കപ്പ ബീഫ് കണ്ടിട്ട് എല്ലാം കൊതിപ്പിക്കുന്നു. എന്തോ എല്ലാവർക്കും കൊതിയല്ലേ കപ്പ മീൻ. കപ്പ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ പാവങ്ങളുടെ വീട്ടിലായിരുന്നു കപ്പ. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെയൊക്കെ വലിയവരുടെ വീട്ടിലെല്ലാം രാവിലെ ഈ പലഹാരങ്ങളായിരുന്നു. പാവങ്ങളുടെ വീട്ടിൽ രാവിലെ ചില വീടുകളിൽ, നമ്മുടെ വീടുകളിലല്ല, ചില വീടുകളിൽ ഒരു 11 മണിയാകുമ്പോഴത്തേക്കിന് രാവിലത്തെ ഉച്ചത്തെയും കൂടെ കഞ്ഞിയും ചക്കയൊക്കെ, അത് ഈ കോന്നി സൈഡിലൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇപ്പോൾ ആരേലും ഗസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ കപ്പയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. കപ്പ അതങ്ങൊരു വികാരമാണ്, എല്ലാവരുടെയും മലയാളികളുടെ ഒരു വികാരമാണ് കപ്പ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നമ്മുടെ ക്രിസ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ അതിൻ്റെ അത് ചെറിയതായിട്ട് രാവിലത്തെ ഇച്ചിരി വിശേഷങ്ങളൊക്കെ ഉണ്ടേ. അന്നേരം ഇന്ന് രാവിലെ വലിയ ഇതായിട്ടൊന്നും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്നില്ല. കാരണം ഇന്നായിരുന്നു അവർ വരുന്നത്. അപ്പോൾ രാവിലെ പരിപാടികൾ നമ്മൾ ഈ തന്നെ ഉള്ളപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പം എല്ലാം അരിഞ്ഞെല്ലാം വരുമ്പോൾ തന്നെ ചെയ്യുമ്പോൾ സമയമാകും. അതുകൊണ്ട് ഞാൻ രാവിലെ ഇന്നലത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു, അതിങ്ങനെ പീനട്ട് ഇട്ടിട്ടേ, ആ ചപ്പാത്തി ഒന്ന് ചൂടാകുമ്പോൾ പീനട്ട് അതിൻ്റെ മുകളിൽ ഇടുമ്പോൾ അതങ്ങ് മെൽറ്റാവും. അല്ലാതെ പീനട്ട് തേച്ച് കഴിക്കുന്നതിനേക്കാൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലത്. അപ്പം എനിക്ക് ഈ ക്രഞ്ചി ആയിട്ടുള്ള പീനട്ടാണ് ഇഷ്ടം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ലത്, അല്ലാത്തതും വരും എനിക്ക്. പക്ഷേ ഇതാണ് ഇഷ്ടം. അപ്പം ഞാൻ ഈ ചപ്പാത്തി ഉണ്ടായിരുന്നു, ചപ്പാത്തിയുടെ മുകളിൽ ഇങ്ങനെ ഇത് പരട്ടിയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത്, അതൊക്കെയായിരുന്നു ഇന്ന് പലർക്കും പല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് അടുത്ത പരിപാടികൾ ചെയ്യണമായിരുന്നു. ഇത് ഇന്നലെ ചെയ്ത വീഡിയോയാ. അപ്പോൾ അത് ഇതിൻ്റെ അകത്തങ്ങ് ചേർത്തന്നേ ഉള്ളൂ. അപ്പം ഞാൻ അന്ന് ഈ ചുമന്നേരിയെ ചരുവത്തി അല്ലാതെ സെപ്പറേറ്റ് വെള്ളം തിളപ്പിച്ചിട്ട് ചോദിക്കുമല്ലോ. അയ്യോ, അതാണെങ്കിൽ എൻ്റെ ദൈവമേ, തിളപ്പിക്കുന്നതിന് അതിങ്ങനെ തന്നെ കല്ല് ഒരുപാട് എടുക്കും. അപ്പോൾ എനിക്ക് കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു ഇങ്ങനെ കുക്കറി വേവിക്കാൻ. അപ്പോൾ അതിൽ ഒരു മെത്തേഡാണ് ഞാൻ ഈ ചെയ്യുന്നത്. വെള്ളം നമ്മൾ ഈ കലത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കത്തില്ലേ, എന്നിട്ട് ചൂടാകുമ്പം അരി കഴുകിയിടത്തില്ലേ, അതുപോലെ ചൂടായ അരി ഇട്ടിട്ട് അതൊന്ന് തിളച്ച ഉടനെ ഞാൻ തീ ഓഫാക്കിയിട്ട് നമ്മുടെ കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് വിസിലോടിട്ട് അവിടെ കുറച്ച് നേരം ഇട്ടേക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കിയോണ്ടേ കുറച്ചുകൂടെ വേണം. അങ്ങനെ ഞാൻ ഒരു വിസിലൂടെ ഇട്ടിട്ട് പിന്നെ ഊറ്റിയെടുത്തോണ്ടേ കുഴപ്പമില്ലായിരുന്നു. അതവിടെ അടച്ചിട്ടിട്ട് പിന്നെ ക്യാനൊക്കെ ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് വെള്ളം ഒഴിച്ച് വെക്കണം, വെള്ളം കുടിക്കാൻ വെക്കണം, അങ്ങനെയൊക്കെയുള്ള ജോലിയായിരുന്നു. ഇത് ഞാൻ ഈ ക്യാനിൻ്റെ അടിയിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചിന്തിച്ചെന്നാൽ വേറൊരു സ്റ്റാൻഡ് വെക്കാമെന്ന് പറഞ്ഞ് വെക്കാൻ നോക്കിയിട്ട് അത് ശരിയായില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും പഴയത് തന്നെ വെച്ച് ശരിയാക്കി. ഇടയ്ക്ക് പുത്രൻ ഇങ്ങോട്ടൊന്ന് വന്നായിരുന്നു. ഞാൻ ഇത് ഓണാണെന്ന് അറിഞ്ഞതുകൊണ്ട് അങ്ങ് തിരിച്ചങ്ങ് പോയി കൊച്ചവൻ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ശരിയാക്കി വയ്ക്കട്ടെ. അപ്പം നമ്മൾ ചിക്കൻ ക്രിസ്പി ഉണ്ടാക്കാനായിട്ട് ബോൺലെസ് ചിക്കനാണ് വേണ്ടിയത്. അപ്പോൾ ഈ ബ്രസ്റ്റ് പാർട്ടുണ്ടല്ലേ, അതിങ്ങനെ വാങ്ങിച്ചിട്ട്
ഞാനിങ്ങനെ അത് നല്ല കട്ടിയായിരിക്കുമല്ലോ, അത് ഞാൻ പിന്നെ അതൊന്ന് രണ്ടായിട്ട് അകത്തൊന്ന് കീറിയിട്ട് പിന്നെ എങ്ങനെയാണെന്ന് നമുക്ക് ഒത്തിരി അങ്ങ് കട്ടി വേണ്ടതിന്, പക്ഷേ ഇത്തിരി നീളത്തി ഒരു ഫിംഗറിൻ്റെ ടൈപ്പിൽ. ചിലത് എന്തായാലും ഞാൻ എല്ലാം ഒരേ ഷേപ്പിലല്ല എടുത്തത്, ചിലത് ഇത്തിരി വലുതും ചിലത് ചെറുതും അങ്ങനെയൊക്കെയാണ് വന്നത്. അങ്ങനെ അത് കുഴപ്പമില്ല, പക്ഷേ കട്ടി ഒത്തിരി ആവില്ലേ. ഇത്തിരി ഇതിപ്പം ഞാനിങ്ങനെ എടുത്തിട്ട് അധികം കട്ടി ഇല്ലെങ്കിൽ ഞാൻ അതേ തന്നെ കട്ട് ചെയ്യും. കട്ടി ഉണ്ടെങ്കിൽ പിന്നെ നടുക്കൂടെ ഒന്ന് കീറിയിട്ട് പിന്നെ ഇങ്ങനെ ഫിംഗർ ടൈപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെല്ലാം എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇത്തിരി നേരം ഉപ്പ് വെള്ളത്തിലോ വിനാഗിരിയൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് കഴുകാനായിട്ടൊന്നിട്ട് വെച്ചേക്കാം. എന്നിട്ട് പിന്നെ നന്നായിട്ട് കഴുകി വാരിയെടുക്കണേ. ഇപ്പം ജിയോ മാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളെന്ന് വെച്ചാൽ സോയാ സോസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ ഈ കുക്കിംഗ് പരിപാടി അങ്ങനെ ഈ വീഡിയോ ഇടാത്തതുകൊണ്ട്, നേരത്തെ ആണെങ്കിൽ സ്റ്റോക്കായിരുന്നു സോയാ സോസ്, ചില്ലി സോസ്, ഇതെല്ലാം ഇവിടെ സ്റ്റോക്കായിരിക്കും. അപ്പോൾ ഈ കഴിഞ്ഞിടെയാണ് സോയാ സോസ് എടുത്ത് ഡേറ്റ് കഴിഞ്ഞ് കളഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വ്ളോഗ് ആകുമ്പോൾ അധികം ഇതിൻ്റെ പരിപാടി വരുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് സോയാ സോസ് വേണമായിരുന്നു, ചില്ലി സോസ്, അങ്ങനെയുള്ള സോസുകൾ വേണമായിരുന്നു. അപ്പം ബുക്ക് ചെയ്തുണ്ടേ റേച്ചാൻ ഓർഡർ ചെയ്തിട്ട് ഇതിപ്പം ഞാൻ എടുത്തുണ്ടേ. ഇത് റേച്ചാൻ ബുക്ക് ചെയ്തിട്ട് പോൾ പറഞ്ഞിരുന്നു പപ്പ ഇതൊന്ന് വാങ്ങിക്കണേന്ന്. അപ്പോൾ റേച്ചാൻ അന്നേരം അതിൻ്റെ അകത്ത് ഇട്ടില്ലായിരുന്നു. ഇവൻ റേച്ചാൻ്റെ നിന്ന് മൊബൈൽ വാങ്ങിച്ചായിരുന്നു. എന്നിട്ട് ഇവൻ തന്നെ അത് ആഡ് ചെയ്ത് ഇപ്പോഴാണ് കണ്ടത്. പിന്നെ റേച്ചാൻ വഴക്കൊന്നും പറയത്തില്ല, എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചു. അങ്ങനെ പിന്നെ റേച്ചാന് വേണ്ടി പിന്നെ ചിപ്സ് ഇങ്ങനെയൊക്കെയുള്ളത് റേച്ചാൻ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓഫീസിലും കൊണ്ടുപോകും. അപ്പോൾ ഇത് തന്നെ 4-5 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ലിച്ചിയുടെ ജ്യൂസ്, ഇത് എന്തായാലും പാലായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ലിച്ചിയുടെ ജ്യൂസ് 2 എണ്ണം വാങ്ങിച്ചു. ആദ്യം ഞാൻ ചിന്തിച്ച് പേരയ്ക്കയുടെ വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഇവർക്കൊന്നും അത് വേണ്ടെന്ന് പറഞ്ഞാൽ ലിച്ചിയുടെ വാങ്ങിച്ചു. ചൂട് കാരണം എന്തോ കുടിക്കണമെന്ന് അറിയത്തില്ല. പിന്നെ പപ്പടം, എനിക്ക് സോസ് വേണമായിരുന്നു. ഇതേതാ സോയാ സോസാണോ? നല്ല ക്രാഫ്റ്റൊക്കെ ചെയ്താൽ പൊട്ടിക്കാൻ കിട്ടി. ചില്ലി സോസായത് എനിക്ക് ഇച്ചിരി വേണം അത്യാവശ്യം. പിന്നെ സെസ്വാൻ ചട്നി. റേച്ച മെയിൻ വേണ്ടിയ സാധനം സോയാ സോസ് ഇല്ലായിരുന്നോ? എനിക്ക് മെയിൻ അതായിരുന്നല്ലോ വേണ്ടി. ഞാനത് വാട്സപ്പിൽ ചെയ്തായിരുന്നല്ലോ. ഈ വേണ്ടാത്ത കുറെ ചിപ്സും അതും ഇതും ഒക്കെ ഉണ്ട്. സോയാ സോസ് ഇല്ലയോന്ന് എനിക്കതാ മെയിൻ വേണ്ടിയത്. ഇപ്പം നോക്കി നീ എന്താ ഞാൻ വാട്സപ്പിൽ വിട്ടായിരുന്നല്ലോ റീച്ചാനു. ഞാൻ വേണ്ടിയതെല്ലാം വാട്സപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു. പക്ഷേ സോയ എഴുതാൻ ആൾ വിട്ടുപോയി ഈ ഇടയ്ക്ക്. അപ്പോൾ ഇവൻ അതിൻ്റെ ഇടയ്ക്ക് വന്ന് മൊബൈൽ വാങ്ങിച്ച് അവൻ്റെ സാധനം ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ വേണ്ടാത്ത കുറേ സാധനങ്ങളുണ്ട്, ചിപ്സും അതും ഇതും എല്ലാം കൂടെ. അപ്പോൾ ആവശ്യമുള്ള സാധനം കിട്ടില്ല. പിന്നെ ഓർഡർ ചെയ്ത് സോയാ സോസ് വരുത്തിച്ചു. അപ്പം ഞാനിത് കുറച്ച് നേരം വിനാഗിരിയിൽ ഉപ്പിലൊക്കെ ഇട്ടിരുന്ന് എന്നിട്ടത് നന്നായി കഴുകി വാരി എടുത്തിട്ടുണ്ട്. ദാണ്ട ഈ രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാമേ. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള, ഒത്തിരി ഇടേണ്ട, കാരണം ഈ സോസുകളിലൊക്കെ ഉപ്പിൻ്റെ ഇത് കാണും. അതുകൊണ്ട് കുറച്ച് മതി. കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ ഞാൻ ചേർക്കുന്നത് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഞാനിപ്പം 2 ടീസ്പൂണാണ് ഇതിൽ ചേർത്തേക്ക് വെക്കുന്നത്. ഇപ്പോൾ ഈ ചിക്കൻ ഒരു 700 ഗ്രാമോളം ചിക്കനുണ്ട്. 600-നും 700-നും ഇടയ്ക്കാണ് കേട്ടോ. 700 എന്നങ്ങ് പറയാം. 700 ഗ്രാം ചിക്കനുണ്ട്. ഇതിലേക്ക് ഞാൻ പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇച്ചിരി ടേസ്റ്റ് നല്ല കേട്ടോ ഇതിന്. 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. 4.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് 2.5 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 മുട്ടയുടെ വെള്ള, മഞ്ഞ വേണ്ട വെള്ള. ഞാനിപ്പം അതിങ്ങനെ ഒരു ബൗളിൽ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് സ്പൂണും കൊണ്ട് മഞ്ഞ മാത്രം ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എടുക്കുന്ന രീതിയാണ് ഞാൻ ഈ കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വശമെന്ന് വെച്ചാൽ മുട്ട ഇങ്ങനെ മുനമ്പ് പൊട്ടിച്ചിട്ട് വെള്ളം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. എങ്ങനെ എന്ന് വെച്ചാൽ മഞ്ഞ പൊട്ടാതെ വെള്ള മാത്രം നമുക്ക് കിട്ടണം. ഞാനെടുത്ത രീതി ഇതാ കേട്ടോ.
അപ്പോൾ ആ വെള്ളയും കൂടെ ഒഴിച്ചിട്ട് നന്നായി നമുക്കൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് അത് ഈ മഞ്ഞ എടുത്തുടനെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ വീഴാനും തുടങ്ങി കേട്ടോ. പിന്നെ ഭാഗ്യത്തിനാണ് കിട്ടിയത്. അപ്പോൾ അത് കൈ കൊണ്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറഞ്ഞതൊരു അരമണിക്കൂറിലും വെക്കണേ. അപ്പം അതിൽ കൂടുതൽ ഇരിക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ലതാണ്. ഞാനങ്ങനെ നന്നായി കൈ കൊണ്ട് അരമണിക്കൂർ ഞാൻ വെച്ചേ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് മണിക്കൂർ വെച്ചതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോഴും ഒന്നേലൊന്നേ തൊടാതെ ഓരോന്നിടണം. ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ മറ്റേ വീഡിയോയ്ക്കകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കുമായിരുന്നു. അപ്പം ഞാൻ ഇതിൽ ചിക്കൻ വറുത്തതാ ഈ ഓയിൽ, അതാ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് വറുത്തതിന് ശേഷം ഞാൻ പിന്നെ ഇത് ക്രിസ്പി ഇട്ടതേ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ നേരത്തെ ഇങ്ങനെ ഇട്ടിട്ട് തീ കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് അതൊന്ന് ഇച്ചിരി ഒന്ന് വേവണം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ നമ്മൾ ഈ കോൺഫ്ലോർ ഒക്കെ ഇട്ടതുകൊണ്ട് പുറം അങ്ങ് പെട്ടെന്ന് മുരിഞ്ഞ് അങ്ങിരിക്കും, അകം വേവത്തില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ തീയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചിട്ട് ഒരു സൈഡ് ഒന്ന് ആയുടനെ പിന്നെ ഞാൻ അത് തിരിച്ചൊന്നിട്ടെ. എന്നിട്ടത് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് അതിങ്ങ് കോരിയെടുത്ത് ഞാനൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കി. അപ്പം നന്നായിട്ട് അകമൊക്കെ വെന്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിങ്ങനെ കോരിയെടുത്തത്. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ കോരിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എണ്ണ അങ്ങ് മാറ്റി കേട്ടോ. കുറച്ച് ഓയിലൊഴിച്ച് അതിലോട്ട് നമുക്ക് ഇഞ്ചിയും ചെറിയ കഷ്ണം ഇഞ്ചിയും 10-12 അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതുകൂടെ ഇട്ട് കൊടുക്കാം. വലിയ സവാള നീളത്തിലരിഞ്ഞത്, 2 മീഡിയം സൈസിലെ ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത്, അരിയൊക്കെ കളഞ്ഞിട്ട്. ഇതൊക്കെ ഇച്ചിരി ഉപ്പിട്ടിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം. ആ വാടിയ ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനൊരു 5-6 പീസ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം, ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടി. അപ്പം ഞാൻ ഈ അന്നേരം വാടിയതാകുമ്പോൾ എടുത്ത് തിന്നുകയും ചെയ്യാമല്ലേ. തീ ഇച്ചിരി ഒന്ന് കുറച്ചിട്ട് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഈ ബോട്ടിലുകളിലാകുമ്പോൾ അത് ഇച്ചിരി അങ്ങ് കട്ടിയായിട്ട് അങ്ങിരിക്കും. പിന്നെ ഒന്ന് കുടഞ്ഞെടുക്കണം. ഈ ഇടത്തെ കൈ കൊണ്ട് ചെയ്തിട്ട് എനിക്ക് വാക്കില്ല. പിന്നെ വലത്തെ കയ്യിൽ പിടിച്ചിട്ടൊന്ന് കുടഞ്ഞ്, അപ്പോഴാണ് അതൊന്ന് വരാൻ നോക്കിയത്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കണം. ഇതിപ്പോൾ ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തേ. ലൈറ്റ് ആണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർക്കാമേ. ഇത് ഭയങ്കര കളറാണ്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളേ. 1 ടേബിൾ സ്പൂൺ സെസ്വൻ ചട്നി. ഇപ്പം നിങ്ങൾക്ക് നല്ല ഇച്ചിരി എരിവ് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര 700 ഗ്രാമോളം ഉണ്ടല്ലേ, അതുകൊണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇപ്പം ചേർക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ടേസ്റ്റ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാമേ. ഇതിലും നമ്മൾ 1 ടേബിൾ സ്പൂൺ കൂടെ വിനെഗർ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് ഉപ്പ് നോക്കിയുണ്ട്, എനിക്ക് ഇത്തിരി ഉപ്പ് കുറവായിട്ട് തോന്നി. ഞാൻ വീണ്ടും ഒരു ഇച്ചിരി കൂടെ ഉപ്പിട്ടെ. ഞാൻ ഉപ്പൊക്കെ പേടിച്ചാണ് ഇട്ടത്, കാരണം ഈ സോസുകൾക്കെല്ലാം ഉപ്പുണ്ടല്ലേ. അതുകൊണ്ട് ഉപ്പ് നോക്കിയുണ്ടെങ്കിൽ ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ ടൊമാറ്റോ സോസ് ഈ എരിവൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇത്രയും ചേർത്തോണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എല്ലാവർക്കും. ഇപ്പോൾ ഇവിടെ ഇച്ചിരി എരിവ് കൂട്ടും, പക്ഷേ വരുന്നവർക്ക് എരിവ് അങ്ങനെ കൂട്ടത്തില്ലെങ്കിൽ, നമ്മൾ കൂട്ടുന്ന പോലെ കൂട്ടിയില്ലെങ്കിലോ എന്നും പറഞ്ഞ് ഞാൻ ഇച്ചിരി കുറച്ച എരിവൊക്കെ ചേർത്തതേ. ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ 1.5-2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഒരു 1/2 കപ്പ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട്, നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ട് ഇതിലൊഴിച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ആക്കണേ. തീ ഏറ്റവും കുറച്ചിടണേ, കാരണം കോൺഫ്ലോർ അങ്ങ് പെട്ടെന്നങ്ങ് തിക്കാവും. അതൊന്ന് ഇച്ചിരി ഒന്ന് വേവട്ടെ. വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂടെ വെള്ളം കൂട്ടി കലക്കാം കേട്ടോ. അപ്പോൾ അതവിടെ അടച്ചവിടെ നിന്ന് കിടക്കട്ടെ. ഇച്ചിരി നേരം ഇങ്ങനെ അടച്ചിട്ടിരുന്നു. ഇപ്പം ഞാൻ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പക്ഷേ പഞ്ചസാര ഇച്ചിരി ഈ സമയത്ത് ഇടണമായിരുന്നു. ഞാൻ ഇച്ചിരി ഇതെല്ലാം ഒന്ന് കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ പഞ്ചസാര ഇടണം. കാരണം ചിക്കൻ ക്രിസ്പിക്ക് ഒരു ഇച്ചിരി മധുരവും ഇച്ചിരി പുളിപ്പും എരിവും അങ്ങനെയൊക്കെയുള്ളൊരു ടേസ്റ്റാണ് കിട്ടുന്നത്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇച്ചിരി പഞ്ചസാര, അതേസമയം ടൊമാറ്റോ സോസ് ഒഴിച്ച് അതിൻ്റെ മധുരം ഉണ്ടെങ്കിൽ
കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇച്ചിരി മധുരം പോലെ ഇത്തിരി കുറവ് തോന്നി. ഞാനൊരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് എടുത്ത് കഴിച്ചു നോക്കി. നമ്മൾ കഴിച്ചു നോക്കിയാലേ ടേസ്റ്റ് അറിയത്തുള്ളൂ. അങ്ങനെ ഞാൻ കഴിച്ചു നോക്കി. അത് പോൾ ഇവിടെ ഇല്ലായിരുന്നു ആ സമയത്ത്, അല്ലെങ്കിൽ അവനെയും കൊണ്ടേ ചെയ്യിക്കത്തുള്ളായിരുന്നു. അവൻ 2 മണിയായിട്ടാണ് വന്നത് ക്ലാസ് കഴിഞ്ഞിട്ട്. അതുകൊണ്ടായിരുന്നു എനിക്ക് ടെൻഷൻ. അപ്പം ഞാനിതെല്ലാം ഉണ്ടാക്കി റെഡിയായി. നല്ല അടിപൊളിയായിരുന്നെന്ന് പോളുമോൻ പറഞ്ഞു കേട്ടോ. റേച്ചാൻ ഉണ്ടായിരുന്നു. റേച്ചാനോട് കഴിക്കാൻ നോക്കിയിട്ട് പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് റേച്ചാൻ ടേസ്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു നല്ലയാന്ന് പറഞ്ഞു. അപ്പോൾ ആ പറച്ചിൽ നമുക്കങ്ങോട്ട് പറയാം. പോളാണെങ്കിൽ ഉള്ളതുപോലെ പറയും. എനിക്ക് കഴിച്ചാലും മനസ്സിലാവും. പക്ഷേ നമ്മൾ നല്ലതാണെന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നല്ലതെന്ന് പറയുന്നതിനേക്കായി വേറൊരാൾ കഴിച്ചിട്ട് നല്ലതാണെന്ന് പറയുമ്പോഴല്ലേ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഞാൻ പിന്നെ സെർവ് ചെയ്യുന്ന പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇത്തിരി നമ്മൾ മാറ്റി വെച്ച ക്യാപ്സിക്കം ഉണ്ടല്ലേ, അതൊക്കെ ഞാൻ മുകളിലൊന്നിട്ടൊന്ന് കാണാനൊരു രസത്തിന് വേണ്ടി. അപ്പോൾ അതാണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല അടിപൊളിയായ ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.